ഹായ്, ഇന്ന് എന്തൊക്കെയാണ് കറികളെന്ന് നോക്കാം. ചീരയാണ് കിട്ടിയേക്കുന്നത്. അത് നല്ല വൃത്തിയായിട്ട് കഴുകി ചെറുതായിട്ട് കണ്ടിച്ച് ഉപ്പൂടിട്ടൊന്ന് ആവി കയറാൻ വെച്ചിട്ടുണ്ട്. ചീരവിയലാണേ വെക്കുന്നത്. ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും ഒരു പൂള് മാങ്ങ നീളത്തിനരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പിന് ഒരു മുറി തേങ്ങ തിരുമ്മിയതും കൊച്ചുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ചതച്ചെടുത്ത് ആ മിക്സ് ഒന്ന് ചീര വെന്ത് വരുമ്പോൾ ചേർത്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ആവി കയറാൻ വെക്കാമേ. ആവിയൊക്കെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചീരവിയൽ റെഡിയാവും. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം ഇട്ട് കൊടുത്ത് ഉപ്പാണേ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കണം. ചീരയ്ക്ക് ഒരുപാട് ഉപ്പിടരുത്, കൂടിപ്പോവും കേട്ടോ. അപ്പോൾ ചീരവിയൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് ശകലം മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടി ഇട്ടൊന്ന് നല്ലപോലെ ആ പച്ചമുളക് വഴറ്റിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ച് വെണ്ടയ്ക്ക ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് ആവി കയറി കഴിയുമ്പം നല്ലപോലെ ഇളക്കി വെച്ച് കൊടുത്താൽ മതിയേ. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായേ. അപ്പോൾ അമ്മ ശകലം കൊഞ്ച് തീയൽ കൊടുത്തു വിട്ടേ. ചീര അവിയലും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൊഞ്ച് തീയലുമായിരുന്നേ.